ദൈവത്തിൻ്റെ ധന്യതിരുനാമപ്പെടുമാറാകട്ടെ. നമുക്ക് ഏവർക്കും വളരെ ബഹുമാന്യനും വന്യനുമായിരിക്കുന്ന പരിമല സെമിനാരുടെ മാനേജരച്ഛനായി ശുശ്രൂഷ ചെയ്യുന്ന സൈമൺ സക്കറിയാച്ചൻ, അസിസ്റ്റന്റ് മാനേജർമാരായിരിക്കുന്ന ജോസഫ് റമ്പാച്ചൻ, എൻ്റെ പ്രിയ സഹോദരനും കൂടിയായിരിക്കുന്ന മാത്തുക്കുട്ടിയച്ചൻ, ഇടവകയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരുമേ, കർത്താവിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ പരിശുദ്ധമായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർണ്ണതയുടെ ഉദ്ധാന പെരുന്നാളിന് ശേഷമുള്ള ഹേവോറോ വെണ്മയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മലങ്കരയുടെ പരിശുദ്ധനായിരിക്കുന്ന, ഭാരതത്തിൻ്റെ പരിശുദ്ധനായിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിങ്കിൽ വന്ന് അല്പം ആശ്വസിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മളെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ലോകത്തിലെ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വലിയ വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പാണ്. അതാണ് ക്രൈസ്തവ സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യകാലങ്ങളിൽ ഒരു സംബോധന ഉണ്ടായിരുന്നു. പരസ്പരം ബഹുമാനിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പ്രത്യഭിവാദമായിട്ട് സത്യമായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം സംബോധന ചെയ്യുമായിരുന്നു. സത്യമായിട്ടും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോക രക്ഷാചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അത്ഭുതമെന്ന് പറയുന്നത്. ഒരുപക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് ആദ്യകാലങ്ങൾ വേദവിപരീതങ്ങളൊക്കെയും യേശു ഉയർത്തില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ടുപോയി കപടം പറയുകയാണെന്നുള്ള പഠിപ്പിക്കലുകളൊക്കെ ഉണ്ടായപ്പോൾ അടിസ്ഥാനമായിരിക്കുന്ന ഒത്തിരി ചിന്താവിഷയങ്ങൾ, അടിസ്ഥാനമായിരിക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. അപ്രകാരമുള്ള സഭാചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ വരവും അതിൻ്റെ പൂർണ്ണതയുടെ ഉദ്ധാന പെരുന്നാളുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്നത്. അങ്ങനെയുള്ള പവിത്രമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നോമ്പിലൂടെ നാം സാംശീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വം, ആ ദൈവികമായ നല്ല ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും നല്ല ക്രിസ്ത്യാനികളായി, നല്ല ദൈവമക്കളായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമുക്ക് കഴിയേണ്ടത് ഇന്നിൻ്റെ ലോകത്തിൽ വളരെയധികം ആവശ്യമാണ്. പണ്ട് കാലത്തൊക്കെയും ആണെങ്കിൽ കുട്ടികളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല സോപ്പുകളൊക്കെ ഭവനങ്ങൾ നമ്മൾ വാങ്ങും. കൊച്ചുകുട്ടികൾ അതിൻ്റെ സോപ്പിൻ്റെ അതിൻ്റെ പുറമേയുള്ള കവറ് എടുത്തു മാറ്റിയാൽ അതിനകത്ത് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഇത് സൂക്ഷിച്ചു വെക്കും. ഇത് സൂക്ഷിച്ച് തുണിയുടെയൊക്കെ അടിയിൽ കൊണ്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല സുഗന്ധം ലഭിക്കുവാനായിട്ടിടയാകും. ശൈശവ പ്രായത്തിലൊക്കെയും ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ കാണിക്കും. പക്ഷെ ഇത് വലിയൊരു സത്യമാണ് പ്രിയരെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ നോമ്പിലൂടെ നാം സാംശീകരിച്ചിരിക്കുന്ന ആ ദൈവ സുഗന്ധം, ആ വലിയ ആരാധനയുടെ ആ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ പരിരക്ഷിക്കുവാനും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതാണ് ദൈവം ഈ ലോകത്തിൽ നമ്മളെ കാണിച്ചു തരുന്ന വലിയൊരു പാഠമെന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി വിളിച്ച് ചേർത്തപ്പെട്ടിരിക്കുന്ന നാമൊക്കെയും ദൈവ സ്വരൂപമുള്ളവരായി ദൈവത്തിൻ്റെ മാനത്തിലും മഹത്വത്തിലും സൃഷ്ടിച്ചിരിക്കുന്നവർ ദൈവ മഹത്വം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെയധികം ഒരു ജീർണതയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് നല്ല ഭൗതികമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും ഘടകങ്ങളും ഒക്കെയും യഥേഷ്ടമുണ്ടെങ്കിൽ മറുവശത്തൊരു ആത്മീയ ജീർണത പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും കുടുംബങ്ങളിലും ഒക്കെയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പണ്ട് കാലത്തെപ്പോൾ ഇല്ലായ്മകളുടെയും വറുതികളുടെയും അവസരങ്ങൾ ഇന്ന് പലപ്പോഴുമില്ല. അതിനേക്കാളൊക്കെയും നല്ല സമ്പന്നതയിലൂടെയും സമൃദ്ധിയുടെ അനുഭവത്തിലൂടെയും ഒക്കെയാണ് നാമും നമ്മുടെ തലമുറകളും ഒക്കെ കടന്നു പോകുന്നത്. നമ്മുടെ പിതാക്കന്മാർ എന്തെല്ലാം കഷ്ടപ്പാടുകളും എത്രത്തോളം ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഭിന്നമായിരിക്കുന്ന ഒരു സുഖ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ
ഇന്നത്തെ തലമുറ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടുന്ന പല വിശ്വാസ സംഹിതകളും ആചാര അനുഷ്ഠാനങ്ങളും അതിൻ്റെ സുഗന്ധവുമെല്ലാം പലപ്പോഴും നഷ്ടപ്പെടുത്തിയാണ് ഇന്ന് ലോകത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്കൊരിക്കലും വിസ്മരിക്കുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് നാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആരാധനയും അങ്ങനെയുള്ള അതിൻ്റെ ക്രമീകരണങ്ങളെയും ഒക്കെയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്താണ് എനിക്കത് മറുപടി കൊടുക്കുവാനായിട്ട് കഴിയേണ്ടതെന്ന് പലപ്പോഴും അന്താളിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ആധുനിക യുവത്വത്തിൻ്റെ മുൻപാകെ ഉണ്ട് എന്നുള്ളതും നമുക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെയുള്ള പലവിധങ്ങളായിട്ടുള്ള ക്ലേശങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ശ്രേഷ്ഠതയും അവന് പ്രത്യാശയും പ്രചോദനവുമായി കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു ഘടകമാണ്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരൊക്കെയും പറയും എവരി ഹ്യൂമൻ ബീയിങ് ഈസ് വാക്കിംഗ് സിവിൽ വാർ എന്നാണ് പറയുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ള ആന്തരികമായ സംഘർഷങ്ങളുണ്ട്. മാനസികവും ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഇന്നത്തെ സമൂഹം കടന്നു പോവുകയാണ്. ഒരു ജനിക്കുന്ന കുഞ്ഞിൻ്റെ ജീവിതം പരിശോധിച്ചാൽ പോലും അതിനുശേഷമുള്ള ഒരു വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് പ്രിയരെ. എന്തെല്ലാം സംഘർഷങ്ങളാണ്. അവൻ വളർന്നു വരുമ്പോൾ മുതൽ വലിയ വലിയ പ്രയാസങ്ങളിലൂടെ കടന്ന് ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം, സ്കൂളിൽ ചെല്ലുമ്പോൾ ഏത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് ബസ്സിൽ യാത്ര ചെയ്യണം, ഇങ്ങനെയുള്ള പലവിധങ്ങളായിട്ടുള്ള ഒരു സംഘർഷം ഒരു പൈതലിൻ്റെ ജീവിതത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. അത് പ്രായഭേദമന്യേ എല്ലാവരുടെയും ജീവിതത്തിൽ വാർദ്ധക്യമാകുമ്പോൾ അങ്ങനെയുള്ള സംഘർഷങ്ങൾ വളരെ വർദ്ധിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും കാണുവാൻ കഴിയാത്ത ഒരു വാർദ്ധക്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഏകാന്തതയുടെ പലപ്പോഴും ഏകത്വത്തിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങനെ നിസ്സംഗതയുടെയും ആത്മസംഘർഷങ്ങളുടെയും ഒക്കെ അനുഭൂതിയിലൂടെ കടന്നു പോകും. ഇപ്പം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. അറിയാമല്ലോ, നമ്മൾ വിചാരിക്കും നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരൊക്കെയും അവർ വലിയ സന്തോഷത്തിലാണ്, അവർക്ക് അധികാരങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്തും സാധിക്കുമെന്നൊക്കെയും ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും വിചാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കുക, അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം സംഘർഷങ്ങളുണ്ട്. എല്ലാവരെയും ഒരു മാലയുടെ കണ്ണി പോലെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് പോകുവാനായിട്ട് പലപ്പോഴും ഒത്തിരി ത്യാഗങ്ങളും ഒത്തിരി സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെയും ഇങ്ങനെയുള്ള അധികാരികളുടെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുടുംബ ബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്ന് ഈ ലോകത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ എല്ലാം ഏക ആശ്രയമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കുക, അവങ്കിലേക്ക് നോക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് തിരുവചനം നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്നത്. യഹോവ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ പ്രയാസങ്ങളെയും സംഘർഷങ്ങളെയും പ്രതികൂലതകളെയും അതിജീവിക്കുവാനായിട്ട് സാധ്യമാകുമെന്നുള്ളത് തിരുവചനം നമുക്ക് നൽകുന്ന വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ കർത്താവിൽ വാത്സല്യമുള്ളവരെ, ആധുനികമായ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഘർഷങ്ങളും പ്രതികൂലതകളും നമ്മുടെ മുമ്പാകെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടുന്ന ഈ ജീവിതമെന്ന് പറയുന്നത് പലവിധ പ്രതികൂലതകളുടെ ഒരു അനുഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ഉയർത്തെഴുന്നേറ്റവനായ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ ത്യാഗം സഹിച്ച നമുക്ക് വേണ്ടി പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം പകർന്നു വന്ന ആ യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ പ്രത്യാശ ഉളവാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നമ്മളെല്ലാവരും പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥത കൊണ്ട് വളരെ അനുഗ്രഹീതവും പുണ്യഭൂമിയുമായിരിക്കുന്ന ഈ പരുമലയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? നമുക്കല്പം ആശ്വാസം ലഭിക്കണം. നമുക്ക് ജീവിതത്തിൽ ഭൗതികമായ പല സുഖ സൗകര്യങ്ങളൊക്കെയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അല്പം കൂടി സമാധാനം വേണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക്, ഈ പരിശുദ്ധൻ്റെ പുണ്യവാളൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരുമലയിൽ വരുന്നവർ
സമാധാനത്തോടും ആശ്വാസത്തോടും കൂടി കടന്നു പോവുകയാണ്. അത് പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു പ്രാർത്ഥനയുടെ രഹസ്യമാണ്. പരിശുദ്ധ പരിമല തിരുമേനി നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ സങ്കടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മധ്യസ്ഥത ഒരിക്കലും വൃഥാവാകുകയില്ല എന്ന് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം രുചിച്ചറിഞ്ഞിട്ടുള്ള ഒരു വലിയ ഘടകമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നമുക്ക് ആശ്വാസമാകും എന്ന് പ്രത്യാശയോടുകൂടി ഇരുന്നുകൊണ്ട് തിരുവചനത്തിലൂടെ പോകുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. കർത്താവിൻ്റെ ശിഷ്യന്മാര് കർത്താവിനോട് കൂടി ഉണ്ടായിരുന്നവരാണ്, ആത്മീയമായി കർത്താവിനോട് ചേർന്ന് നടന്നവരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പലവിധങ്ങളായിട്ടുള്ള പ്രതികൂലതകളും സംഘർഷങ്ങളും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുവാനായിട്ടിടയായി. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് തന്നെ കർത്താവിൻ്റെ ഉയർപ്പിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ പൂർണ്ണതയുടെ വേദഭാഗം നമ്മളെ ഓർപ്പിച്ചുകൊണ്ടാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം മഗ്ദലനക്കാരത്തി മറിയം കർത്താവിൻ്റെ കബറിന്റെ അടികിലേക്ക് പോകുന്ന വലിയ സംഭവമാണ് അവിടെ നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ട് സാധ്യമാകുന്നത്. എന്നാൽ അതിൻ്റെ 20-ാം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, 19ഉം 20ഉം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു സംഭവം കൂടി നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. 19-ാം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടി പശ്ചാത്തലവും ആ സംഭവത്തിന്റെ ആഴവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരെന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാരൊക്കെയും എന്തു ചെയ്യുകയാണ്? യഹൂദന്മാരെ ഭയന്ന് ഒരു മുറിയിൽ വന്ന് കൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് പണ്ഡിതന്മാരൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. ഒന്നിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരിക്കുന്നതാകാം. ഒരുപക്ഷെ യെരൂശലേമിലെ കർത്താവിൻ്റെ പീഡാനുഭവം ഒക്കെയും കഴിഞ്ഞ് കർത്താവിൻ്റെ സന്തോഷകരമായ വാർത്ത കേൾക്കുവാനായിട്ടുള്ള ഒരു ജാഗ്രതയോടുകൂടി, ഒരു വലിയ താല്പര്യത്തോടുകൂടി ഒന്നിച്ചു കൂടിയതാകാം. അതിനേക്കാൾ ഈ വേദഭാഗത്തിൽ പ്രസ്പഷ്ടമാക്കുന്നത് യഹൂദന്മാരെ ഭയന്ന് പേടിച്ച് വാതിലെല്ലാം അടച്ച് അവർ കൂടിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നാം ഒന്ന് ഓർത്തു നോക്കുക. കർത്താവിൻ്റെ ക്രൂശീകരണം വെള്ളിയാഴ്ചയുടെ ദിവസം മുതൽ ശനിയാഴ്ച രാത്രി സമയം വരെയും ശിഷ്യന്മാരൊക്കെയും വളരെ ഭയത്തോടുകൂടിയും വലിയ പേടിയുടെ അവസ്ഥയിലും കൂടിയൊക്കെയും കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം എന്താണ്? തങ്ങൾക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്ന, തങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന ഗുരു ഇന്ന് തങ്ങളോട് കൂടെ ഇല്ല. തങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. തങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള ബന്ധുബലങ്ങളില്ല. തങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. കാരണം എല്ലാം വിട്ട് യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ പിൻപറ്റിയ ഒരു സമൂഹമാണ് ശിഷ്യന്മാരെന്ന് നമുക്ക് ഓർക്കുവാനായിട്ടിടയാണ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെയും എവിടെ വെച്ചാണ് വിളിക്കുന്നത്? ഗലീല കടൽപ്പുറത്ത് വെച്ചാണ് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യുകയായിരുന്നു? മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ ഗലീല കടൽപ്പുറത്തുകൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന കർത്താവ് വളരെ അധ്വാനിക്കുന്ന ഗലീല കടലുമായിട്ട് മൽപ്പിടുത്തം ചെയ്യുന്ന ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ ആരാക്കാം? ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാം. അല്ലെ, ഈ ലോകത്തിൻ്റെ ജീവിതത്തിനപ്പുറമായി, ഈ ലോക ജീവിതത്തെക്കാൾ ഉന്നതമായ ഒരു പദവിയിലേക്കും ഒരു സാഹചര്യത്തിലേക്കും ഞാൻ നിങ്ങളെ എത്തിക്കാമെന്ന് ഗുരു വാഗ്ദത്തം ചെയ്യുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലൂടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം ഒക്കെ ഓർത്തു പോകും, നാം ഈ ലോകത്തിൽ മാത്രം ജീവിക്കേണ്ടുന്നവരാണോ? ഇന്നത്തെ ലോകത്തിലെ പല അനുഭവങ്ങളും പല സാഹചര്യങ്ങളും
പലവിധങ്ങളായിട്ടുള്ള ക്രമീകരണങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും അതിനോട് ഒരുമപ്പെട്ടു പോവുകയാണ്, ഐക്യപ്പെട്ടു പോവുകയാണ്. എന്താണ്? നാം ഈ ലോകത്തിന് ഉള്ളവർ മാത്രമാണ് എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ലോകം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഇന്ന് പഠനങ്ങളില്ല, അനുഭവങ്ങളില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടി കടന്നു പോവുകയാണ്. ഈ ലോകത്തിൽ എന്തും നേടണം, ഈ ലോകത്തിൽ കൈ നിറയെ സമ്പാദിക്കണം, മറ്റുള്ളവരെ ഇല്ലായ്മയാക്കിക്കൊണ്ട് മറ്റുള്ളവരുടേതും കൂടി തട്ടിയെടുക്കുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഇന്നിൻ്റെ ഒരു സംസ്കാരം ഓർക്കുവാനായിട്ടിടയാകണം. മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്താലും, മറ്റുള്ളവരെ കബളിപ്പിച്ചാലും, മറ്റുള്ളവരെ തട്ടിപ്പിച്ചാലും എന്തായാലും എനിക്ക് കൈ നിറയെ സമ്പാദിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇന്ന് ലോകത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് അവശേഷിക്കുകയാണ്. പക്ഷേ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല. നിങ്ങൾ ഈ ഗലീല കടൽപ്പുറത്ത് കുറെ കാലം ഇങ്ങനെ കടലുമായിട്ട് മത്സ്യബന്ധനം ചെയ്ത് കുറെ സമ്പാദ്യം ഉണ്ടാക്കി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ളവർ മാത്രമല്ല. പിന്നെ എന്താണ്? നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അനേകം ശുശ്രൂഷകളെ നിറവേറ്റുവാനുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് കണക്ക് കൊടുക്കേണ്ടുന്നവരാണെന്നുള്ള ഒരു ബോധം കർത്താവ് ശിഷ്യന്മാരുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാം. എന്തു തന്നെയായിരുന്നാലും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെയും ഇത് കേട്ട് തങ്ങൾക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു പടകായിരിക്കാം, ഒരുപക്ഷെ ഒരു വലയായിരിക്കും. ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും തങ്ങൾ കണ്ടിട്ടില്ലാത്ത, തങ്ങൾ അറിയാത്ത, പക്ഷെ ഒരു മാസ്മരിക ശക്തി ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ പിന്നാലെ പിൻപറ്റുന്ന വലിയൊരു അനുഭവമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചുങ്കക്കാരൻ മത്തായി, അവനെന്താണ്? ചുങ്കം പിരിവുകാരനായിരുന്നു. ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ട്, ആശ്വാസങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് അനേകം ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടുകയായിരുന്നു. ചുങ്കം പിരിക്കുന്ന മത്തായിയോട് പറയുകയാണ്, മത്തായി, നിന്നെ ഞാൻ വിളിക്കുകയാണ്. ഉടനെ തന്നെ മത്തായിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷമുണ്ടായിരുന്നു. നല്ല ഒരു ശമ്പളം ലഭിക്കുന്ന വ്യക്തിയാണ്. അന്നത്തെ സമൂഹത്തിൽ നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ല ശമ്പളം ലഭിക്കും, പലവിധങ്ങളായിട്ടുള്ള നല്ല സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും മത്തായി ശ്ലീഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ മത്തായി ശ്ലീഹ ഈ മാസ്മരികമായ ഒരു ശക്തിക്ക് മുൻപിൽ തൻ്റെ കഴിവുകളും തൻ്റെ പരിധികളുമെല്ലാം അടിയറവ് വയ്ക്കുകയാണ്. അങ്ങനെ ശിഷ്യന്മാർ ഓരോരുത്തരായി കർത്താവിനെ പിൻപറ്റുകയാണ്. കാരണം ഈ കർത്താവിനെ കുറിച്ച് അവർക്കെന്തോ ഒരു ദൈവികമായ അനുഭവം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വാക്കുകൾക്ക് ഒരു അധികാരമുണ്ടായിരുന്നു. കർത്താവിൻ്റെ വാക്കുകൾക്ക്, വചനങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നുകൊണ്ട് അവർ കർത്താവിനെ പിൻപറ്റുന്ന ഒരു വലിയ അനുഭവം. ഇങ്ങനെയുള്ള കർത്താവ് ഇന്ന് ഞങ്ങളോടുകൂടിയില്ല. കർത്താവ് എന്താണ്? ഗോകുൽത്തായിൽ കുരിശിന്മേൽ കിടന്ന് പിടയുകയാണ്. പിടയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടബോധം ഉണ്ടാവുകയാണ്. ഇനിയും തങ്ങൾക്ക് നല്ലത് പറയുവാനായിട്ട്, തങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട്, ജോലികളുടെ, ശുശ്രൂഷയുടെ, പ്രേക്ഷിത വൃത്തിയുടെ ബുദ്ധിമുട്ടുകളും അധ്വാനത്തിൻ്റെ ആയിട്ടുള്ള കഷ്ടപ്പാടുകളും ഒക്കെയും കാണുമ്പോൾ മക്കളെ അല്പം വന്നൊന്ന് ആശ്വസിച്ചോളൂ എന്നുള്ള ആ ഇമ്പമാർന്ന ശബ്ദം തരുവാനായിട്ട് തങ്ങൾക്കിനിയും ഒരു ഗുരുവില്ല, തങ്ങൾക്കിനിയും ഒരു നായകനില്ല എന്നുള്ള ആ വിഷമം ഭയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താണ്? കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു ഭയമുണ്ടായി. അവർ പേടിയിലൂടെ കടന്നു പോകുന്ന ഒരവസരത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ പ്രതികൂലതകളും അസന്നിഗ്ധാവസ്ഥകളും നമ്മളെ തന്നെ പലപ്പോഴും ശോധന ചെയ്യേണ്ടുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഉയർപ്പിൻ്റെ ദിവസങ്ങളിലൂടി പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ പരിധികളെയും എൻ്റെ കുറവുകളെയും എൻ്റെ കഴിവുകളെയും എല്ലാം അവൻ്റെ തൃപ്പാദങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ, അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ വഴികളെ അറിഞ്ഞുകൊണ്ട് അവനിഷ്ടമുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, ആ വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുഗന്ധത്തോടുകൂടി മുൻപോട്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതാണ് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു സന്ദേശമെന്ന് പറയുന്നത്. യേശു പറയുകയാണ്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ഉടനെ എന്താണ്? അവർ യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വളരെ സന്തോഷിക്കുകയാണ്.
ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, then the disciples rejoiced when they saw the Lord. അവർക്ക് വളരെ ആശ്വാസമുണ്ടായി, അവർക്ക് വളരെ ആനന്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ആരെ കണ്ടപ്പോൾ? കർത്താവിനെ കണ്ടപ്പോൾ. അവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടായ 3-4 സാഹചര്യങ്ങൾ നമുക്ക് ആർക്കും ഓർക്കുവാനായിട്ടിടയാകണം. ഒന്നാമതായിട്ട്, കർത്താവിന് അവരുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? വലിയൊരു നിരാശ ഉണ്ടായിരുന്നു. ഒരു കടുത്ത നിരാശ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ കടുത്ത ഒരു നിരാശ ഉണ്ടായിരുന്നു. അതാണ് ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? യേശു അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർ വലിയ പ്രയാസം ഉണ്ടാവുകയാണ്. ഗലീല കടൽ തീരത്ത് ഉദ്ധിതനായ കർത്താവ് ഇങ്ങനെ കടന്നു വരികയാണ്. അവരാവോളം പകലെല്ലാം പണിയെടുത്തു. അവരുടെ ജീവിതത്തിൽ പത്രോസും ശിഷ്യന്മാരും ഒക്കെയും തങ്ങളുടെ ഗുരു തന്നിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. പത്രോസ് സ്ലീഹന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമ്മുടെ ഗുരു നമ്മോടുകൂടെ ഇല്ല, നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉപജീവനത്തിനു വേണ്ടി നമുക്ക് പഴയ പടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. അവർക്കാകെ അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. അവർ ഗലീല കടലല്ലാതെ അവർക്ക് പുറം ലോകമൊന്നും യാതൊരു പരിചയവുമില്ല. അവർ ഭവനവും ഈ കടലുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ മാത്രം കഴിഞ്ഞു പോയവരാണ്. പത്രോസ് തന്റെ സ്ലീഹന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി എന്താ പറയുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ആഹാരം കഴിക്കണമല്ലോ, നമുക്ക് പഴയ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം എന്ന് പത്രോസ് തന്റെ സഹപ്രവർത്തകരോട് പറയുകയാണ്. അവരങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഗലീല കടലിലേക്ക് ഇറങ്ങിയാണ്. പക്ഷെ പകലന്തിയോളം അവർ പണിയെടുത്തു. കർത്താവില്ലാത്ത അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ്? അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല. പെരുത്ത മുൻകൂട്ടമെല്ലാം ഈ കടലിൽ കിടപ്പുണ്ട്. പക്ഷെ കർത്താവില്ലാത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്നാൽ കർത്താവ് ശിഷ്യന്മാരുടെ അരിയിലേക്ക് കടന്നു വന്നു. പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ പടകിന്റെ വലതുഭാഗത്ത് നീ വലയിറക്കുക. ഒരു വലിയ ആജ്ഞാസ്വരം ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവാണെന്ന് അങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധ്യമാകുന്നില്ല. കാരണം കർത്താവിനെ അവരങ്ങോട്ട് യുദ്ധനായ കർത്താവിനെ അവർ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ വലിയൊരു സ്വരം, ഒരു ആജ്ഞയുടെ ശക്തിയുള്ള സ്വരം കേട്ടപ്പോൾ ഒന്നും തന്നെ ആലോചിക്കാതെ, ഇപ്പം പ്രയാസമുണ്ട്, ഇതാരാണ് വന്നു നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞത് ചെയ്യുന്നത്, നിവർത്തിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? പല ചിന്തകളും പത്രോസിന്റെയും പങ്കാളികളുടെയും മനസ്സിലൂടെ കടന്നു പോയിരിക്കാം. എന്തായാലും ഈ ഒരു ശബ്ദത്തിന് ഒരു മാസ്മരികതയുണ്ടായിരുന്നു. ഇതൊരു ആജ്ഞാശക്തമാണ്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടി പടകിന്റെ വലത്തുഭാഗത്തേക്ക് വല വീശി എറിയുകയാണ് പത്രോസ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതാ വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുതം. ഒന്ന് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം മുഴുവനായി തരുന്ന ഒരു അനുഭവമാണ് അവിടെ അനുഭവിച്ചറിയുവാൻ ചോദിച്ചപ്പോൾ. തങ്ങളൊരു ഉപജീവനത്തിനുള്ള അല്പം കാര്യം ചോദിച്ചപ്പോൾ ഇതാ ഒരു കടലിന്റെ സമൃദ്ധിയിൽ നിന്നും വല കീറിപ്പോകുമാറ് ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവമാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെയും, കർത്താവില്ലാത്ത ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? കടുത്ത നിരാശ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ടിടയാകണം. ഇതുപോലെ പല അനുഭവങ്ങൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, എന്തെല്ലാം നിരാശയിലൂടെ കടന്നു പോകുന്ന അനേകം സഹോദരങ്ങൾ, അനേകം മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഒരു പരിധിവരെ എന്താണ്, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നിരാശയിലൂടെ കടന്നു പോകുന്നത് എന്ന് ഓർക്കുവാനായിട്ടിടയാകണം. പല മാതാപിതാക്കളും പലപ്പോഴും വളരെ വിലപിച്ചുകൊണ്ട് പറയും, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്കൊരു സമാധാനമില്ല. ഒരുപക്ഷേ മാതാപിതാക്കൾ അവരുടെ കണ്ണുനീരോട് പറയും, പക്ഷെ ഒരുപക്ഷെ ഇവൻ ജനിക്കാതിരുന്നുവെങ്കിൽ എനിക്കിതിനേക്കാൾ അല്പം കൂടി സന്തോഷം ലഭിക്കുമായിരുന്നു. തങ്ങളുടെ പങ്കാളികളെ കുറിച്ച് പോലും പലപ്പോഴും വ്യതയോടുകൂടി പറയുന്ന മാതാക്കളുണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കരുത് പ്രിയരെ. കാരണം എന്താണ്? മദ്യപാനത്തിനും നല്ല നല്ല ദിവസങ്ങൾ കടന്നു വരുമ്പോൾ പോലും, കടന്നാളുകൾ കടന്നു വരുമ്പോൾ പോലും എന്താണ് മദ്യപാനത്തിനും അതുപോലുള്ള ജീവിതത്തിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഇടവകളുണ്ട് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല പ്രിയരെ. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എന്താണ്? സഭയുടെ കണ്ണ് നനയുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് നനയുകയാണ്, അവരുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറയുകയാണ്, അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. ഓർത്തു നോക്കുക, പലപ്പോഴും ഇന്ന് ലോകത്തിലൂടെ
പലവിധങ്ങളായിട്ടുള്ള വഴിതെറ്റിലൂടെ കടന്നു പോകുന്ന അനേകം സഹോദരങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. യോബിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ നിസ്സംഗതയുടെയും വളരെ അസന്ധിവാസ്തവത്തിലൂടെയും വളരെ പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ യോബ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ അവൻ എന്താണ് പുച്ഛിക്കുകയാണ്. അവൻ വളരെ ദൈവസന്നിധിയിൽ ദൈവത്തോട് കണ്ണുനീരോട് പറയുകയാണ്. എന്താ പറയുന്നത്? അയ്യോ കർത്താവേ, ഞാൻ ജനിച്ച ദിവസം എന്താണ് ഒരു ആൺ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞ ദിവസവും രാത്രിയും നശിച്ചു പോകട്ടെ എന്നാണ് പറയുന്നത്. ഒരു ആൺസന്താനത്തിന് ലഭിച്ചുവെന്ന് മാതാപിതാക്കൾ സന്തോഷത്തോടുകൂടി വളരെയധികം സന്തോഷത്തിൻ്റെയും ആ ഒരു സന്തോഷ അനുഭവത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ദിവസം എത്രയോ എനിക്ക് അഗോചരമായിട്ട്, എനിക്ക് എത്രയോ പ്രയാസമായിട്ട് തോന്നുകയാണ് എന്ന് നീതിമാനായ നിഷ്കളങ്കനായ നിർമ്മലനായ ഇയ്യോബ് ദൈവസന്നിധിയിൽ പരിദേവനം കഴിക്കുകയാണ്. നമ്മളുടെ കണ്ണുനീരോട് പറയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ ജനിച്ച ദിവസം വളരെയധികം പ്രയാസമായി പോയല്ലോ. കാരണം എന്താണ്? അത്രത്തോളം വേദന ഇയ്യോബിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അത്രത്തോളം പ്രയാസങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയരെ, നമ്മളൊക്കെയും വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രത്തോളം പ്രയാസം തന്നിരിക്കുന്നു. ഒരു ചെറിയ തലവേദനയോ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, എനിക്ക് മാത്രമുള്ള ഈ പ്രയാസം, ദിവസം എനിക്ക് പനിയാണ്, എനിക്ക് ദിവസം തലവേദന, എനിക്ക് ദിവസം അസുഖമാണ്. എൻ്റെ കർത്താവ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സ്ത്രീ സമാജത്തിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനായങ്ങൾ പോകുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ ശരീരവും തിരുരക്തവും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇത്രത്തോളം പ്രയാസങ്ങൾ തരുന്നുവല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ആകുലപ്പെടാറുണ്ട്. പക്ഷെ ഓർത്ത് നോക്കുക പ്രിയരെ, എത്രയോ സഹോദരങ്ങൾ നമ്മളെക്കാൾ അധികമായിട്ട് നമ്മൾ ആശുപത്രിയിലും അതുപോലെയുള്ള സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുവാനായിട്ടിടയാകണം. നമ്മുടെ ഏതിലും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിക്കണം. ദൈവം നിനക്ക് താങ്ങാവുന്നതിലധികമായിട്ട് ഒന്നും തരികയില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോട് യഹോവയ്ക്ക് എത്രയോ കരുണ തോന്നും. നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നുകൊള്ളട്ടെ, കാറും കോളും വന്നുകൊള്ളട്ടെ, പക്ഷെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു ആത്മധൈര്യം, ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാര് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ നീറുന്ന നൊമ്പരം കൊണ്ടായപ്പോൾ തൻ്റെ സഹധർമ്മിണി പോലും പറയുകയാണ്, അല്ലയോ ഇയ്യോബേ, അല്ലയോ പ്രിയനെ, നീ മരിച്ചു കളെ, നീ നിന്റെ സത്യദൈവത്തെ നിന്ദിച്ചു കളഞ്ഞ് നിന്റെ രോഗത്തിൽ നിന്നും നീ സൗഖ്യം പ്രാപിക്കുക എന്ന് തൻ്റെ പങ്കാളി പോലും പറയുമ്പോൾ എന്താ അയ്യോ പറയുന്നത്? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ ഒന്നും പറയരുത്. യഹോവയാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്, യഹോവയ്ക്ക് എടുക്കുവാനുള്ള അധികാരമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കടന്നു വന്നപ്പോൾ ഇതൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഒന്നുമില്ലാത്തവനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ അതുപോലെ ദൈവം വിളിക്കുമ്പോൾ കടന്നു പോകുവാനുള്ളവനാണ് എന്നുള്ള ഒരു ബോധ്യമാണ്, ഒരു പ്രത്യാശയാണ് യോബിന്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്ന ചിന്തയെന്ന് പറയുന്നത്. നിരാശയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോൾ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവത്തിലൂടെ കർത്താവ് നമ്മളോട് ചേർന്ന് നടക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടായി. ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ യേശുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പ്രായമായ വലിയ വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വാർദ്ധക്യമായ മാതാവ് പറയുന്നുണ്ട്, പ്രായമാകുമ്പോൾ ഇന്ന് പലപ്പോഴും ഏകാന്തതയാണ്. ആ മാതാവ് പറയാണ്, ഐ ഹാവ് ബണ്ടിൽ ഓഫ് നത്തിങ്സ് ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ഗോഡ്. എനിക്കൊത്തിരി നിരാശകളുണ്ട്, എനിക്കൊത്തിരി ഇല്ലായ്മകളും പ്രയാസങ്ങളും ഒക്കെയുമുണ്ട്. പക്ഷേ എന്നെ അറിയുന്നവനായ, എന്നെ സ്നേഹിക്കുന്നവനായ, എന്നെ കരുതുന്നവനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയാണ് ഒരു വിശ്വാസി എപ്പോഴും ഭരിക്കേണ്ടത്. നമ്മുടെ നിരാശകളെ, നമ്മുടെ പ്രതികൂലതകളെ അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ, സന്തോഷമാക്കി തീർക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്നുള്ള ആ ഒരു ദൈവികമായ പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയപ്പോൾ രണ്ടാമതായിട്ട് അവരെ ഭരിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് തീവ്രമായ ഭയമായിരുന്നു. വളരെ തീവ്രമായ ഭയം
കർത്താവിൻ്റെ ശിഷ്യന്മാരെ പിടിച്ചു കുലുക്കിയിരുന്നുവെന്ന് ഈ വാചകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ എന്താ പറയുന്നത്? യഹൂദന്മാരെ ഭയന്ന് വാതിലൊക്കെ അടച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പരുമല പള്ളിയുടെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. നമുക്കിവിടെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? നമ്മളിവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നത് ആരാധനാ സ്വാതന്ത്ര്യം എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ പൗരന്മാർക്കും അത് സ്വതന്ത്രമായിട്ട് തന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ നമ്മൾ ആരെയും ഭയക്കാതെ പേടിക്കുവാൻ, ദൈവസ്ഥലം പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. എത്രയോ സന്തോഷം, എത്രയോ അനുഗ്രഹമാണ് പ്രിയരെ. നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് ഓർത്തു നോക്കുക. അവർ മിസ്രയീമിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ആരാധിക്കുവാനായിട്ട് സ്ഥലമില്ലായിരുന്നു, ആരാധിക്കുവാനായിട്ട് അവർക്ക് സാഹചര്യങ്ങളില്ലായിരുന്നു, ആരാധിക്കുവാൻ അവർക്ക് അതിനുള്ള അനുവാദവും ഇല്ലായിരുന്നു. മോശ ഫറവോയുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് എന്താ പറയുന്നത്? ദൈവമായ യഹോവയായ കർത്താവിനെ ആരാധിക്കേണ്ടതിന് ഈ ജനത്തെ നീ വിട്ടയക്കണമെന്നാണ് പറയുന്നത്. ദൈവമായ കർത്താവിനെ, ഇവരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ ജനത്തെ നീ വിട്ടയക്കണമെന്നാണ് മോശ ഫറവോയുടെ സന്നിധിയിൽ പ്രസ്താവിക്കുവാനായിട്ടിടയാകുന്നത്. നമ്മളെത്രയോ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് നല്ല നല്ല മനോഹരങ്ങളായിട്ടുള്ള ദേവാലയങ്ങളുണ്ട്, നമുക്ക് നല്ല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും എന്താണ്, നമുക്ക് ആരാധിക്കുവാനായിട്ട് സമയമില്ല. നമ്മളെല്ലാം സമയം നോക്കിയാണ് പലപ്പോഴും കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ഇടയാകുന്നത്. ആ ഒരു ദുഃഖം, ആ ഒരു വൈഷമ്യം മാത്രമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിലുള്ളത്. പക്ഷേ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധിക്കുവാനായിട്ട് സ്ഥല സൗകര്യങ്ങളില്ല. അവർ വളരെ ഭയക്കുകയാണ്. യഹൂദന്മാരെയും റോമൻ പട്ടാളത്തെയും അവർ ഭയക്കുകയാണ്. റോമൻ പട്ടാളത്തിന്റെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. എല്ലാ ഭവനത്തിന്റെയും വാതിലൂടെ, തെരുവിലൂടെ റോമൻ പട്ടാളം ഇങ്ങനെ കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കി നോക്കി നടക്കുകയാണ്. ഇവൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയുകയാണെങ്കിൽ ഒന്നും ശങ്കിക്കാതെ അവർ വാളിന് ഇരയാക്കുകയാണ്. അങ്ങനെ അനേകം ആളുകളെ കൊന്നിരിക്കാം. അങ്ങനെ ഭയത്തിന്റെയും പേടിയുടെയും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. ഓർത്തു, കർത്താവില്ലാതപ്പോൾ വളരെ ഭയത്തിന്റെയും പേടിയുടെയും ഒരവസ്ഥ അവരെ പിൻപറ്റിയിരുന്നു എന്ന് ഓർക്കുവാനായിട്ടിടയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാം എല്ലാവരും ഇന്ന് അതിനേക്കാൾ വലിയൊരു ഭയത്തിലൂടെ കടന്നു പോവുകയാണ്. ആരാധിക്കുവാനുള്ള ഭയവും പേടിയുമൊന്നുമല്ല, പിന്നെ എന്താണ്, നമുക്കുള്ളതെന്തെങ്കിലും നഷ്ടമാകുമോ? ഇന്ന് അതാണ് നമ്മുടെ ഭയമെന്ന് പറയുന്നത്. ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ഭയവും ഒരു പേടിയുമാണ് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കുന്ന നഷ്ടമായി പോകുമോ? അതിനുവേണ്ടി പലപ്പോഴും നമ്മൾ ഉപാധികളോടുകൂടി പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു വരികയാണ്. അപ്പോൾ ഭയവും പേടിയും ഒക്കെ അല്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട്, സങ്കീർത്തനക്കാരൻ പറയും, യഹോവ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായിരിക്കും. 128 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുക. അല്പം ഭയം, അല്പം സ്നേഹം, ആ ഭയത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഭക്തിയും ഒരു സ്നേഹവുമാണ് ദൈവസന്നിധിയിലേക്ക് ഒരു വിശ്വാസി എപ്പോഴും കൊണ്ടെത്തിക്കേണ്ടുന്ന ഒരു മാർഗമെന്ന് പറയുന്നത്. ഭയത്തോടുകൂടി, അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെയും നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രതിവാക്യമാണ്. ഭയത്തോടും വിറയലോടും കൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭക്തി ഉണ്ടാകണം, ഒരു പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും. കാരണം എന്താണ്, ഇവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടിടയാകണം. അപ്പോൾ അല്പം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ദൈവികമായ ഒരു സ്നേഹത്തെ പങ്കുവെക്കുവാനായിട്ട് നമുക്കിടയാകണം. ഒരു വലിയ പാശ്ചാത്യ എഴുത്തുകാരനായിരുന്ന ഹെൻറി ടൈലർ പറയുകയാണ്, ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയത് കൽക്കരിക്കനിയുടെ ഉള്ളിൽ വെച്ചാണ്. ഒരു വലിയ ഹെൻറി ടൈലർ എന്ന് പറയുന്ന വലിയൊരു സാഹിത്യകാരനും എഴുത്തുകാരനുമായിരുന്നു അമേരിക്കയിലെ. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് എവിടെ വെച്ചാണ്? കൽക്കരിക്കനിയുടെ ഉള്ളിൽ വെച്ചാണ്. എന്താണ് കൽക്കരിക്കനിയുടെ ഉള്ളിൽ അനുഭവം എന്ന് പറയുന്നത്? ഈ 12 വയസ്സായപ്പോൾ ഈ കുഞ്ഞിന് വലിയൊരു ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയൊരു കൽക്കനി ഉടമയായിരുന്നു, കൽക്കരിക്കനിയുടെ വലിയൊരു ഉടമയായിരുന്നു. 12 വയസ്സായപ്പോൾ ഈ കുഞ്ഞിനൊരു ആഗ്രഹം, എനിക്ക് ഈ കൽക്കരി കനി ഒന്ന് കാണണം. പിതാവിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി ആവർത്തിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ മകനെയും കൊണ്ട് കൽക്കരി കാണുവാനായിട്ട് ഈ പിതാവ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിതാവ് എന്താണ്, ഒരു തൊട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തൊട്ടിൽ ഈ പിതാവും ഈ മകനും കൂടി കയറി ഇങ്ങനെ കൽക്കരിക്കനിയിലേക്ക് ഇറങ്ങുകയാണ്.
വളരെ ആഴത്തിലേക്കുള്ള ഒരു അഗാധമായിരിക്കും താഴ്ചയിലേക്കാണ് ഈ കനിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവത്തിലൂടെ കുറെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ പൈതലിന് വളരെയധികം ഭയമുണ്ടായി, ഒരു വിറയലുണ്ടായി. അവൻ്റെ ഓക്സിജൻ, അവൻ്റെ ശ്വസിക്കുവാനായിട്ടുള്ള ദ്രവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. ഓക്സിജന്റെ കുറവ് വരുന്നു, അത് ശ്വസിക്കുവാനായിട്ടുള്ള വലിയൊരു അഭാവം ഉണ്ടായപ്പോൾ ഈ പൈതൽ ഇങ്ങനെ പേടിച്ച് കരയുവാനായിട്ട് തുടങ്ങി. അയ്യോ, എനിക്ക് മതിയായി, എനിക്കിനി കൽക്കരിക്കനിയൊന്നും കാണണ്ട, എനിക്ക് മുകളിലേക്ക് പോയാൽ മതി. അല്ലെ, ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു അപകടങ്ങൾ, ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ ഭയവും പേടിയും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഈ ഹെൻറി ട്രെയിലർ പറയുകയാണ്, എനിക്ക് ഇനി കനിയൊന്നും കാണണ്ട, എന്നെ അങ്ങ് മുകളിലേക്ക് എത്തിച്ചാൽ മതി. ഉടനെ ഈ പിതാവ് പറയുകയാണ്, മകനെ, നീ ഭയപ്പെടേണ്ട, ഐ ആം വിത്ത് യു, യു ഡോണ്ട് ബി വറീഡ്, ഐ ആം വിത്ത് യു. നീ എന്തിനാണ് ഭയക്കുന്നത്? നീ എന്താണ് ഇപ്രകാരം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്? ഞാൻ നിന്നോട് കൂടെയില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ആ കൽക്കരിയുടെ ഖനിയുടെ ഉള്ളിൽ വെച്ചാണ് അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു, കൽക്കരി ഖനിയുടെ ഉള്ളിൽ വെച്ച് ഞാൻ കണ്ട അത്ഭുതം, ഞാൻ കണ്ട ദൈവം. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളും പലവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ദൈവജനത്തെ നയിച്ചവനായ മോശയുടെ ജീവിതത്തിൽ മോശ എപ്പോഴാണ് ദൈവത്തെ അഭിമുഖമായിട്ട് കാണുന്നത്? സിനായ് ഹോറേബ് പർവ്വതത്തിന്റെ അതിന്റെ അടിത്തട്ടിൽ വെച്ച് യഹോവയ ദൈവത്തെ കാണുകയാണ്. യഹോവയെ കാണുമ്പോൾ മോശയ്ക്ക് വലിയ ഭയമുണ്ടായി, വലിയ ഭ്രമമുണ്ടായി. എന്താണ്? ദൈവത്തിന്റെ മാലാക വരുമ്പോൾ ഈ മലയെല്ലാം മുൾപ്പടർപ്പ് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ മുൾപ്പടർപ്പ് കത്തുന്നുമില്ല. ഇത് കണ്ടപ്പോൾ മോശയുടെ ജീവിതത്തിൽ വലിയൊരു ഭയമുണ്ടാവുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് വലിയൊരു അത്ഭുതമാണ്. ഞാൻ ഈ പലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിച്ചുകൊണ്ട് പല ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു അത്ഭുതം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് മാനുഷികമായ ഒരു പ്രവർത്തനമല്ല, ഇത് ദൈവികമായ ഒരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അല്പസമയം കൂടിയേ എടുത്തുള്ളൂ. ഉടനെ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി, മോശേ മോശേ. അങ്ങനെ മോശയെ വിളിച്ച് വേർതിരിക്കുന്നവനായ ഒരു ദൈവം. ഓർത്ത് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പലവിധങ്ങളായിട്ടുള്ള ഭയത്തിൻ്റെയും പ്രതികൂലതയുടെയും സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇഹലോക ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പുഷ്പമെത്തകളായിരിക്കുകയില്ല, മുള്ളുകളുടെ അനുഭവം ഉണ്ടാകും. നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് പിറന്നു വന്ന കാലം മുതൽ കാൽവറിയിൽ യാഗമാകുന്ന സമയം വരെയും എന്തെല്ലാം പ്രയാസങ്ങൾ, യാതനകൾ ആർക്ക് വേണ്ടിയാണ്? ഈ ലോകത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഭവിച്ച ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഡോണ്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും 44-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെയും ഇപ്രകാരം ആവർത്തിച്ച് നമുക്ക് പ്രത്യാശ നൽകുന്ന വാക്കുകളെയാണ്, വചനങ്ങളെയാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. 44-ാം വാക്യത്തിന്റെ 44-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്കുക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും നിനക്ക് പകർന്നു വരും. അയ്യോ കർത്താവിൽ പ്രിയമുള്ളവര്, ദൈവവചനം എന്താ പറയുന്നത്? അല്ലയോ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര അധികമായി മരുഭൂമിയിലൂടെ കഴിക്കുവാനായിട്ട് ആഹാരവും കുടിക്കുവാനായിട്ട് വെള്ളവുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ എത്ര അത്ഭുതകരമായിട്ട് ദൈവം തമ്പുരാൻ നിന്നെ വഴി നടത്തിയിരിക്കുകയാണ്. 40-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടതിന്? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. ദൈവജനത്തെ എത്ര അത്ഭുതകരമായിട്ട്, വരണ്ട ദേശത്ത് നിനക്ക് ദാഹിച്ചപ്പോൾ വെള്ളം തന്നവൻ ഞാൻ നിന്നോട് കൂടെ ഇല്ലേ? നീ എന്തിനാ ഭയപ്പെടുന്നത് എന്ന് പ്രവാചകൻ തൻ്റെ ദൈവജനത്തോട് ചോദിക്കുകയാണ്. ഈ വചനമൊക്കെ വായിച്ചാലും നമ്മുടെ ജീവിതത്തിലെല്ലാം ഭയമാണ്.
ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം അരണയെ കണ്ടാൽ മതി, അവർക്ക് വലിയ ഭയമാണ്. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ ഭയവും പേടിയൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ചില ആളുകളുടെ ജീവിതത്തിൽ ഭയമുള്ള, എന്ത് ചെയ്യുവാനായിട്ടും ഭയവും പേടിയുമില്ലാതെ ജീവിക്കുന്ന ഒരു സംസ്കാരവും ഇന്ന് ലോകത്തിലൂടെ കാണുമ്പോൾ, ഇന്ന് ലോകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഭയം ഇന്ന് ലോകത്തെ ത്രസിച്ചിരിക്കുന്ന വലിയൊരു ഘടകമാണ്. എന്തെന്ന് പറയുന്നത്? ഈ ഭയമെന്ന് പറയുന്നത്. ഭയമെന്ന ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്ക് വരുന്ന ഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി വാക്കുകളുണ്ട്. സൈക്കോഫോബിയ, മാനസികമായിട്ടും പല സംഘർഷങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. ചിലപ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്രമൊക്കെ ആയിരിക്കും, നല്ല ആരോഗ്യം കാണും, നല്ല സുന്ദരന്മാരായിരിക്കും, നല്ല സുന്ദരികളായിരിക്കും. പക്ഷെ അവർക്ക് മാനസികമായിട്ട് ഭയമാണ്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയമുണ്ടാവുക, അവർക്ക് പേടി ഉണ്ടാവുകയാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കർത്താവിനെ വിസ്തരിക്കുവാനായിട്ട്, തൂക്കിക്കൊല്ലുവാനായിട്ട് കൽപ്പന കൊടുത്ത പീലാത്തോസിന്റെ ജീവിതത്തിൽ എപ്പോഴും ഭയമായിരുന്നു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ചിന്തകന്മാരൊക്കെയും പറയുകയാണ്, ഈ പീലാത്തോസ് എപ്പോഴൊക്കെ വെള്ളം കണ്ടാലും കൈ കഴുകുമായിരുന്നു. പീലാത്തോസിന് വെള്ളം കണ്ടാലൊന്ന് എന്ത് ചെയ്യണം? കൈ കഴുകണമായിരുന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകരുത്. ഒരു സൈക്കോ ഫീലിംഗ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കടക്കുകയാണ്. കാരണം എന്താണ്? നിഷ്കളങ്കനും ഊനമില്ലാത്തവനുമായ ഒരു കുഞ്ഞാടിനെയാണ് താൻ ഒറ്റിക്കെടുത്തെന്നുള്ള തീവ്രമായ ഒരു മനോഭാരം അദ്ദേഹത്തെ എപ്പോഴും ഭരിച്ചിരുന്നു. ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും തെറ്റ് ചെയ്യും. ആ തെറ്റുകളെക്കുറിച്ച് പലപ്പോഴും പശ്ചാത്താപമില്ലാതെ ജീവിക്കുന്ന അനേകം ആളുണ്ട്. അവർക്ക് പലപ്പോഴും ഭയമുണ്ടാകുവാനായിട്ടും പേടി ഉണ്ടാകുവാനായിട്ടും ഇടയാകും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിശുദ്ധ കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ, ന്യൂനതകളും ഭാരങ്ങളും പാപങ്ങളും ഉണ്ടാകുമ്പോൾ അതെന്താണ്? നീ ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു വരണം. നിന്റെ പാപങ്ങൾ എത്രയായാലും കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അരുളി ചെയ്തവനായ കർത്താവ് നിന്നോടുകൂടെ. ആ കർത്താവാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. കർത്താവിൽ വാത്സല്യമുള്ളവര്, നമ്മുടെ ജീവിതത്തിലൊക്കെയും ന്യൂനതകളും പ്രയാസങ്ങളും ഒക്കെയും ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ചാർച്ചക്കാരോട്, നമ്മുടെ സമസൃഷ്ടങ്ങളോട് പലപ്പോഴും വ്യാജമായിട്ട് സംസാരിക്കുമ്പോൾ, കപടമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് കടന്നു വരണം. നിന്റെ എല്ലാ ദുഃഖങ്ങളെയും നിന്റെ എല്ലാ പ്രയാസങ്ങളെയും ദൈവമായിട്ടൊന്ന് പങ്കുവെക്കണം. ആ പങ്കുവെക്കലിന്റെ അനുഭവമാണ് ഏറ്റവും വലിയൊരു രോഗസൗഖ്യ നിദാനമെന്ന് അറിയുവാനായിട്ടിടയാകണം. ഈ പീലാത്തോസിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? പീലാത്തോസ് പശ്ചാത്താപമില്ലാത്തവനായി അവന്റെ ജീവിതാന്തം വരെയും കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഭയവും വിറയലും ഒക്കെയും ഇങ്ങനെ പേടിച്ചിരിക്കുന്ന, ത്രസിച്ചിരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുവാനിടയായി. ഇന്നിന്റെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും ഇങ്ങനെയുള്ള ന്യൂനതകളും ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒരു ഹൃദയ സമർപ്പണത്തോടുകൂടി കടന്നു വരുവാനായിട്ടിടയാകണം. കർത്താവിന്റെ ശ്ലീഹന്മാരുടെ ജീവിതത്തിൽ വലിയൊരു ഭയം, തങ്ങളുടെ ഗുരുനാഥൻ ഇന്നില്ലാതെ വന്നപ്പോൾ അവർക്ക് വലിയ ഭയമുണ്ടായപ്പോൾ, ഇതാ നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്നുള്ളൊരു സന്ദേശവുമായി കർത്താവ് കടന്നു വരികയാണ്. ഈ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 100 പ്രാവശ്യമാണ്. ചില ആളുകളൊക്കെയും ചിന്തകന്മാരൊക്കെയും പറയുന്നു 366 പ്രാവശ്യമെങ്കിലും സുവിശേഷങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 366 പ്രാവശ്യം. ഒരു വർഷമെന്ന് പറയുന്നത് എത്രയാണ്? 364 ദിവസമേ ഉള്ളൂ. ഈ 364 നമ്മൾ ഭയപ്പെട്ടാലും അതിലും കവിഞ്ഞു നിൽക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവികമായ വാഗ്ദത്തം. ആ വാഗ്ദത്തം ചെയ്തവനായ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഒന്ന് കടന്നു വരുവാൻ, ആ ക്രിസ്തുവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സാംശീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ആ ക്രിസ്തുവിനെ എൻ്റെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കണം. ആ ക്രിസ്തുവിന്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഉയർപ്പിന്റെ ആ വലിയ ശ്രേഷ്ഠയുടെ അനുഭവത്തിലൂടെ നമ്മുടെ ഉള്ളിൽ സാംശീകരിച്ചിരിക്കുന്ന ക്രിസ്തുവാനുഭവം നമ്മുടെ ജീവിതത്തിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കൽക്കട്ടയുടെ തെരുവീതികൾ കുഷ്ഠരോഗികളെ എടുത്ത് അവർക്കെല്ലാം അമ്മയായ, ഈ ഭാരതത്തിന്റെ അഗതികളുടെ അമ്മയായ അറിയപ്പെടുന്ന മദർ തെരേസ പറയുകയാണ്, എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന്റെ ഒരു നിഴൽ മാത്രമാണ്. ഐ എം ഓൺലി എ ഷാഡോ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിന്റെ ഒരു നിഴൽ മാത്രമാണ്. ഞാനൊരു ക്രിസ്തുവിനെ പോലും അങ്ങൊന്നുമല്ല. പണ്ഡിതന്മാരും പത്രപ്രവർത്തകരും ഒക്കെ ചോദിച്ചു, അങ്ങൊരു പ്രവാചകനാണോ? ഇത്രത്തോളം അത്ഭുതങ്ങൾ, കരുണ കാണിക്കുന്നു സമൂഹത്തോട്. എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തു ഒന്നുമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശുശ്രൂഷക മാത്രമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ,
ആ കർത്താവിൻ്റെ ഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തുവാനായിട്ട് ഈ നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ബർമാൻ മീനിങ്ങിൻ്റെ എ സ്ട്രെയിഞ്ചർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ വലിയൊരു സംഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. 1874 നടന്ന ഒരു വലിയ വ്യവസായ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് കുറേ വ്യവസായികൾ ഇങ്ങനെ യാത്രയാവുകയാണ്. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ പണ്ട് കാലത്തുണ്ടായിരുന്നത് ട്രെയിൻ സൗകര്യങ്ങൾ മാത്രമാണ്. ഈ ട്രെയിനിൽ കയറി ഷിക്കാഗോയിലേക്ക് യാത്രയാവുകയാണ് ഈ വ്യാപാരികൾ. പാശ്ചാത്യ നാട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അവർ വലിയ ഉല്ലാസത്തോടുകൂടി അവരുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള പ്ലാനും പദ്ധതികളും എല്ലാമായിട്ടും ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇങ്ങനെ കടന്നുപോയി തിരിച്ചു ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഇരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലെ ട്രെയിനെല്ലാം ഇങ്ങനെ പോകുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ വ്യാപാരികളെല്ലാം ടിക്കറ്റുകൾ എടുത്തു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ട്രെയിനിൽ കയറുവാനുള്ള ആ തത്രപ്പാടിൽ അവരെ ട്രെയിൻ നോക്കി പോകുമ്പോൾ എതിരെ വന്ന ഒരു ആപ്പിൾ കച്ചവടക്കാരനെ അറിയാതെ തട്ടിത്തെറിപ്പിക്കുവാനായിട്ടിടയായി. പക്ഷെ അവർ ഗവനിക്കാതെ ഇവർ ട്രെയിനിൽ കയറി ഇരുന്നപ്പോൾ 4 പേരും സീറ്റിലൊക്കെ ഇരുന്ന് 4 പേർക്ക് സീറ്റൊക്കെ കിട്ടി. ട്രെയിൻ വിടുവാനുള്ള സിഗ്നലുകളൊക്കെ മുഴങ്ങി. ഉടനെ അതിലൊരു കച്ചവടക്കാരനൊരു വ്യാപാരിക്ക് ഒരു കുണ്ഠിതമുണ്ടായി. എന്താണ്? അവന് സ്വയം ഒന്ന് ചോദിച്ചു, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ആ കച്ചവടക്കാരൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ ആപ്പിളെല്ലാം ആ പ്ലാറ്റ്ഫോമിൽ ചിതറിക്കിടക്കുകയാണ്. നമ്മളെന്താണ്, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. ഒന്നും തന്നെ ചിന്തിച്ചില്ല. അദ്ദേഹം ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ എന്താണ്, വളരെയധികം കഷ്ടപ്പെട്ട് തപ്പിത്തടഞ്ഞ് ആപ്പിളുകളൊക്കെയും തൻ്റെ കൊട്ടയിലേക്ക് ആക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ ചെറുപ്പക്കാരനെയാണ് കാണുവാനായിട്ട് സാധിച്ചത്. കുറച്ചുകൂടി ഗഹനമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഈ ചെറുപ്പക്കാരന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. തപ്പിത്തടഞ്ഞാണ് പ്ലാറ്റ്ഫോമിൽ നിന്നും ആപ്പിളുകളൊക്കെയും ശേഖരിച്ച് കുട്ടയിലാക്കുന്നത്. ഒന്നും തന്നെ ചിന്തിക്കാതെ ഈ വ്യാപാരി ചിതറിക്കിടന്ന ആപ്പിളുകളൊക്കെയും അദ്ദേഹം കൂടി ബുദ്ധിമുട്ടി അതിൽ ആപ്പിളുകളൊക്കെയും കൊട്ടയിലെടുത്തു വെച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് ഡോളർ എടുത്ത് ഈ കച്ചവടക്കാരൻ്റെ പോക്കറ്റിലോട്ട് ഇട്ടു കൊടുത്തു. അവന് വലിയ സന്തോഷമുണ്ടായി. അതിന് അത്ഭുതത്തോടുകൂടി അവൻ വലിയ അത്ഭുതസ്തബ്ധനായി പോയി. അവൻ വലിയ അത്ഭുതത്തോടുകൂടി ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, ആർ യു ജീസസ് ക്രൈസ്റ്റ്? നീ ഒരു യേശുവാണോ? ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പലരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും ഇതുപോലുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യേശുവിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. യേശുവിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളെ നോക്കി മറ്റുള്ളവർ പറയണം ഇവനൊരു ദൈവപുത്രനാണ്. നമ്മളെ നോക്കി മറ്റുള്ളവർ പറയണം ഇവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്നെൻ്റെ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെയും ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവൻ വളരെ ബഹുമാനിക്കപ്പെടുന്നവനായിരുന്നു. നോർത്തം കുറച്ചു കാലങ്ങൾക്ക് മുമ്പിലേക്ക് കണ്ണോടിക്കുമ്പോൾ നാട്ടുരാജാക്കന്മാരൊക്കെയും പട്ടാളത്തിൽ ക്രിസ്ത്യാനികളെ ഒത്തിരി ചേർക്കുമായിരുന്നു. കാരണം എന്താണ്? ഈ ക്രിസ്ത്യാനികൾ വളരെ വിശ്വസ്തതയുള്ളവരായിരുന്നു. അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവർ വളരെ ദൈവസ്നേഹമുള്ളവരാണ്, പരസ്പരം സ്നേഹിക്കുന്നവരാണ്, വിശ്വസ്തതയുള്ളവരാണ്, അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. പണ്ട് ക്ഷേത്രങ്ങളിലൊക്കെയും എണ്ണയൊക്കെ കൊണ്ടൊഴിക്കുവാനായിട്ട് പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് വന്ന് അതിൻ്റെ ആ എണ്ണയിലൊന്ന് തൊടുവിക്കുമായിരുന്നു. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറിപ്പോയി. ഇന്ന് ക്രിസ്ത്യാനി എല്ലാ കേസുകളിലും ഇന്ന് മുൻപന്തിയിൽ നടക്കുന്നത് ഈ ക്രിസ്ത്യാനി എന്ന് പേരുച്ചരിക്കുന്ന വ്യക്തിയാണ്. ഇന്നെല്ലാ തട്ടിപ്പിൻ്റെയും എല്ലാ വെട്ടിപ്പിൻ്റെയും എവിടെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ അതിൻ്റെ എല്ലാം മുമ്പിൽ ആര് കാണും? ഒരു ക്രിസ്ത്യാനി നാമമുള്ള ഒരു വ്യക്തി കാണുമെന്നുള്ളത് ഇന്നെൻ്റെ ഒരു ദുഃഖ സത്യമാണ്. നമ്മളെക്കുറിച്ച് ദൈവം വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് കാൽവറിയിൽ താങ്ങിയതിനേക്കാൾ ഭാരമാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിലൂടെയും ദൈവസ്ഥലം അകന്നു പോകുന്ന ജീവിതചര്യകളുടെയും വേദനയിലൂടെ കർത്താവ് ഒഴിക്കുന്ന കണ്ണുനീരെന്ന് നമുക്ക് ഓർക്കുവാനായിട്ടിടയാകണം. കർത്താവ് പരിശുദ്ധനായ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഒക്കെ പറയുകയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് സത്യം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്താണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഈ ലോകമില്ല. ഈ ലോകത്തിൽ അനീതിയും അന്ധകാരവും മാത്രമാകുമായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സത്യം. ജയിച്ചിരിക്കുന്നു. 3-ാം ദിവസം സത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. സത്യത്തെ ഒരു നാളും ക്രൂശിക്കുവാനായിട്ട് കല്ലറയിൽ അടക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള വലിയൊരു പാഠമാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. സത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഇന്ന് ക്രിസ്ത്യാനി ഏതെല്ലാം കപടതകൾ, മോഡേൺ സ്പിരിച്വാലിറ്റി എല്ലാം മാറിയിരിക്കുകയാണ്.
ഇന്ന് ആത്മീയത എന്ന് പറയുന്നതല്ല ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ആത്മീയതയാണ്. ഒരുപക്ഷെ പരിശുദ്ധന്റെ ഖബറിങ്കിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ എന്താണ്, നമ്മൾ ഒത്തിരി ഉപാധികൾ കൊണ്ടുവരുന്നുണ്ട്. എനിക്കത് ലഭിക്കണം, എനിക്കിത് ലഭിക്കണം. പക്ഷെ എല്ലാം ദൈവത്തിന് അറിയാം പ്രിയരെ. നീ കണ്ണുനീരോടുകൂടി സ്വയസമർപ്പണത്തോട് ഒന്നും തന്നെ യാചിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ, പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ, ആ പിതാവിന് അറിയാം നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന്. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ അതെല്ലാം തരുവാനായിട്ട് പ്രാപ്തിയുള്ള അനുഗ്രഹമുള്ള ഒരു പിതാവിന്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. മക്കൾക്ക് എന്ത് വേണമെന്ന് പിതാവിന് അറിയാം. അതാണ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്കായിട്ട് തുറക്കപ്പെടും. യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവർ കണ്ടെത്തും, മുട്ടുന്നവർക്കായി തുറക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ യാചിക്കുന്നത് എന്താണ് എന്നറിയാതെ പലപ്പോഴും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലൂടെ എന്താ പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. നമ്മുടെ ഭോഗാവസ്ഥകളെക്കുറിച്ച്, നമ്മുടെ ഭൗതികാവസ്ഥകളെക്കുറിച്ച് നമ്മളിങ്ങനെ പലപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പലപ്പോഴും നമ്മിൽ നിന്നും അകന്നു പോവുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. നീ നിന്റെ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നിന്റെ നിരാശകളെയും നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെയും പരാധീനതകളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ദൈവികമായ ശബ്ദം കേൾക്കുവാനായിട്ടിടയാകും. ശിഷ്യന്മാര് ഭയത്തിലൂടെ പേടിച്ചിരിക്കെ കർത്താവോടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയമുള്ള ശ്ലീഹന്മാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള അദൈവികമായ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാവുകയാണ്. മൂന്നാമതായി ശ്ലീഹന്മാരെ ഭരിച്ചിരുന്ന ഒരു വലിയ ഒരു പ്രയാസമെന്ന് പറയുന്നത് എന്തായിരുന്നു? കടുത്തമായിരിക്കുന്ന, ആദ്യം നമ്മൾ പറഞ്ഞു കടുത്ത നിരാശയായിരുന്നു. രണ്ടാമതായിട്ട് ഒരു ഭയമായിരുന്നു. മൂന്നാമതായിട്ട് പറയുകയാണ് വലിയൊരു ശൂന്യതാബോധം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വലിയൊരു ശൂന്യതാബോധമാണ് അവരുടെ ജീവിതത്തിൽ ഭരിച്ചിരുന്ന മൂന്നാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത്. യേശു ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇതാരാണ് ഇനി തങ്ങൾക്ക് ഒരു വഴി നടത്തുവാനായിട്ടുള്ളത്, തങ്ങൾക്ക് നേതൃത്വം നടത്തുവാനായിട്ട് ആരാണ് ഉള്ളത് എന്നുള്ള ഒരു വലിയ ദുഃഖം അവരെ ഭരിച്ചിരുന്നതായിട്ട് അവരെ വീണ്ടും അവിടെ കാണുവാനായിട്ട് സാധ്യമാവുകയാണ്. ആര് ഞങ്ങളെ ഇനി ഒന്ന് വഴി നടത്തും? പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില സംഘടനകളുടെയും അതുപോലെയുള്ള ചില സാഹചര്യങ്ങളും ഒക്കെ ഈ നേതാക്കന്മാരെ നഷ്ടപ്പെടുമ്പോൾ ഇനിയും ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത്, നേതൃത്വം നടക്കുന്നത്? അങ്ങനെയുള്ള വിശ്വസ്തരും നല്ല ആളുകളുമായിട്ടുള്ളവരെ കണ്ടുപിടിക്കുവാനായിട്ട് വലിയ തത്രപ്പാടും പ്രയാസങ്ങളും ഒക്കെയുമാണ്. ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലൂടി ഈ ശിഷ്യന്മാർ പോയിരിക്കാം. ഒരു ശൂന്യതാബോധം. കർത്താവ് കൂടെ ഉണ്ടായിരുന്ന ഈ 3.5 വർഷക്കാലം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ ഈ 3.5 വർഷക്കാലം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ എങ്ങും നിന്നും ലഭിക്കാത്ത വലിയൊരു അനുഭവമായിരുന്നു. എല്ലാ കാര്യത്തിലും തങ്ങളുടെ ഗുരു തങ്ങളോടുകൂടെ ഉണ്ട്. തങ്ങൾ ക്ഷീണിച്ച് അവശരായിട്ട് കടന്നു വരുമ്പോൾ മക്കളെ എന്നുള്ള ആ വിളി കേൾക്കുവാനായിട്ട്, മക്കളെ വിളി കേൾപ്പിക്കുവാനായിട്ട് ഒരു ഗുരു ഉണ്ടായിരുന്നു. തങ്ങൾ വന്ന് ആഹാരം കഴിച്ചുകൊള്ളുവീൻ, ആഹാരമൊക്കെയും ക്രമീകരിച്ചു വരുന്ന ഒരു പിതാവ് തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ഏകാന്തതയാണ്. വെള്ളിയാഴ്ചയുടെ സന്ധ്യയിൽ, ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ, ശനിയാഴ്ചയുടെ സന്ധ്യയും രാത്രിയിലുമൊക്കെയും ഈ ഒരു ശൂന്യതാബോധം ഇങ്ങനെ അവരെ വളരെയധികം ഒരു സന്ദിഗ്ധാവസ്ഥയിലൂടി കൊണ്ടെത്തിക്കുകയാണ്. ആ അവസ്ഥയിലാണ് യേശു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയാവുന്നത്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. അടുത്ത കാലത്ത് 6 വയസ്സ് പ്രായമുള്ള ഒരു പൈതൽ ഈ ലോകത്തോട് യാത്ര പറയുവാനായിട്ടിടയായി. 6 വയസ്സുള്ള കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അവരുടെ മാതാപിതാക്കളുടെ സങ്കടവും അവരുടെ ഹൃദയ ദുഃഖവും ആശ്വസിപ്പിക്കുവാനായിട്ടെല്ലാം പരിധികളുണ്ട്. 6 വയസ്സുള്ള 2 വർഷമായിട്ട് ആ കുഞ്ഞിന് ലുക്കൂമിയ, ബ്ലഡ് ക്യാൻസറായിട്ട് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അവർ അമേരിക്കയിൽ കുടുംബമായിട്ട് താമസിക്കുകയാണ്. ലഭിക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചികിത്സകളും എല്ലാം ഈ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 50 ദിവസത്തിന് മുമ്പ് ഈ കുഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കുഞ്ഞ് പോയി. കുറേ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു. ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മാതാപിതാക്കൾ വിളിച്ചു പറയുകയാണ്, അച്ഛാ പള്ളിയിൽ പോകുവാനായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, വലിയ പ്രയാസമാണ്, ഞങ്ങൾക്ക് വലിയ ദുഃഖമാച്ച. കാരണം എന്തോ ഒരു ശൂന്യതാബോധം. എവിടെ ചെന്നാലും ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും മറക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമാവുന്നില്ല. അത്രത്തോളം ആ കുഞ്ഞിനെ അവർ ഓമനിച്ചിരുന്നു. ആ ഓമനിച്ച ആ ഒരു വ്യക്തി നഷ്ടമായപ്പോൾ എന്തോ ഒരു ശൂന്യതാബോധം. ഒന്നും ചെയ്യുവാനായിട്ട് അവർക്ക് തോന്നില്ല, പ്രവർത്തിക്കുവാനുള്ള ശക്തിയില്ല, അവർക്കൊന്നും ചെയ്യുവാനായിട്ട്, ആഹാരം കഴിക്കുവാനായിട്ട് അവർക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ശൂന്യതാബോധം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നിഴലിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നിരിക്കാം.
ഒരു ശൂന്യതാബോധം വന്നിരിക്കാം. നമ്മോട് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കള്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പങ്കാളികള് ഈ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്, കടുത്ത ദുഃഖത്തിലൂടെ, ഒരു ശൂന്യതയിലൂടെ, നമുക്കൊന്നുമില്ലാത്ത ഞാൻ എന്ത് ചെയ്യും, എനിക്കെങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോകേണ്ടത്? ഒരുപക്ഷെ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും ബന്ധുമിത്രങ്ങൾ പറയും, ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണം, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്താണ് ഇവരെ എങ്ങനെ വളർത്തും എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ഇതാ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രയാസങ്ങളെയും മാറ്റുവാനായിട്ടുള്ള ഒരു ദൈവികമായ ശക്തി ഉണ്ട് എന്നുള്ള ഒരു ദൈവികമായ വചനമാണ് ഈ വേദഭാഗത്തിലൂടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലൂടെ നമുക്ക് ലഭ്യമാക്കുവാനായിട്ടിടയാവുന്നത്. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു വലിയൊരു സംഭവം, ഞെട്ടിക്കുന്ന സംഭവമാണ്. ഒരു വിവാഹ ഭവനമാണ്. പണ്ട് കാലത്തൊക്കെയാണ് വിവാഹം നടക്കുമ്പോൾ എന്താണ്, ഇന്നത്തെ കൂടി ടൈം നോക്കി 11 മണിയാകിൽ 10:55 പള്ളിയിലേക്കോ അല്ലെ അതുപോലുള്ള ക്രമീകരണങ്ങളൊക്കെ വരുന്ന സാഹചര്യമല്ല. പണ്ട് കാലത്തിന് ബന്ധുമിത്രങ്ങൾ, ചാർച്ചക്കാരും എല്ലാവരും കൂടിയ ഭവനത്തിൽ ഒന്നുകൂടും. ഇല്ലായ്മകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് വലിയൊരു സ്നേഹത്തിന്റെ അനുഭവമായിരുന്നു. ആ ഭവനത്തിൽ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങും. എല്ലാവരും കൂടി സാധനങ്ങളൊക്കെയും അത് പാകം ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയ സന്തോഷത്തിന്റെയും കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു അനുഭവം. ഇങ്ങനെയുള്ള ഭവനം കടന്നു പോവുകയാണ്. ആ ഭവനത്തിലെ മകന്റെ വിവാഹത്തുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുകയാണ്. നാളത്തേക്കുള്ള പ്രഭാത ഭക്ഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സാഹചര്യങ്ങൾ അങ്ങനെ ക്രമീകരിക്കുകയാണ്. അത്താഴ സദ്യ എല്ലാം കഴിഞ്ഞു. എല്ലാവരും കൂടി പാകം ചെയ്തു, എല്ലാവരും കൂടി ഒരുക്കി, എല്ലാവരും കൂടി പരസ്പരം പങ്കുവെച്ചു. വളരെ സന്തോഷമായിട്ട് അവരെല്ലാവരും അത്താഴമൊക്കെയും കഴിച്ചു. അത്താഴം കഴിച്ച് അവരെല്ലാവരും, അതുപോലെ ഒത്തിരി മുറികളൊന്നുമില്ല, ഉള്ള മുറികളിലൊക്കെ പാവിരിച്ചും അടുത്ത് ഡെസ്കുകളൊക്കെയും അടുത്തിട്ടും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ കിടക്കുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാവുകയാണ്. കുറെ സന്ധ്യയായപ്പോൾ, കുറെ സമയം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഭവനത്തിലെ മണവാളന് ഒരു നെഞ്ചിന് വേദന ഉണ്ടാവുകയാണ്. കടുത്തമായ ഒരു അസ്വാസ്ഥ്യം ഉണ്ടാവുകയാണ്. ഉടനെ തന്നെ എല്ലാവരും കൂടി അവൻ ബഹളം വെച്ചു. എല്ലാവരും കൂടി ഈ ചെറുക്കനെ എടുത്ത് വാഹനത്തിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദുഃഖമെന്ന് പറയട്ടെ, ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആ മകൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഏകദേശം 11 മണിയായപ്പോഴേക്കും ഈ കല്യാണ ചെറുക്കൻ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. നോർത്ത് നോക്കുക പ്രിയരെ, ആ കല്യാണ ഭവനത്തിന്റെ പിന്നീടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എല്ലാവരും വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരും ദുഃഖത്തിലാണ്. നാളെ എന്താണ്? ഇത്രത്തോളം എല്ലാവരും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ഈ ലോകത്തോട് കല്യാണ ചെറുക്കൻ യാത്ര പറയുമ്പോൾ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നത്? അങ്ങനെ വലിയൊരു ഏകാന്തതയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഇന്ന് ലോകത്തിന്റെ ഒരു ഭാവമാണ്. പലപ്പോഴും നാളെയെക്കുറിച്ച് ഇന്നിന്റെ ലോകത്തിൽ നമുക്ക് പ്രത്യാശിക്കുവാനായിട്ട്, നമുക്ക് പ്രശംസിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഓർക്കുവാനായിട്ട് ഇടയാവണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുകഴുവാനായിട്ട് എന്തുണ്ട്? ഈ ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവത്തിന്റെ കൈകളിൽ മാത്രം സുരക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാനാണെന്നുള്ള ഭാവം, ഞാൻ എന്തെല്ലാം ഭൗതികമായ ഘടകങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഹംഭാവം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അതെന്താണ്? വളരെ നാശത്തിലേക്കും അപകടത്തിലേക്കുമാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് ലോകത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പലപ്പോഴും ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ത്രോണോസിനോട് വിടവാങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവിന്റെ പരിശുദ്ധവും ദിവ്യവുമായ ബലിപീഠമേ, സമാധാനത്തോടെ വസിക്കുക. ഇനിയും ഈ സന്നിധിയിലേക്ക് ഞാൻ വരുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. സ്വർഗീയ കടിഞ്ഞൂലുകളുടെ സഭയിൽ വെച്ച് നിന്നെ കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് യേശു മശിഹായോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ വിശുദ്ധവും ദിവ്യവുമായ ബലിപീഠമേ, സമാധാനത്തോടെ വസിക്കുക. ആ പട്ടക്കാരൻ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ ഹൃദയവേദനയോടുകൂടി ത്രോണോസിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്: കർത്താവിന്റെ വിശുദ്ധവും രക്ഷാകരവുമായ ബലിപീഠമേ, സമാധാനത്തോടെ വസിക്കണമേ. നാളെ ഈ സന്നിധിയിലേക്ക് കടന്നു വരുമോ എന്ന് മാനുഷികമായിട്ട് നിശ്ചയമില്ല. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് സാധ്യമല്ല.
അതുകൊണ്ടാണ് എത്ര അർത്ഥവത്തായിട്ടാണ് നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാര് പ്രാർത്ഥനകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഈ ലോകത്തിൽ നമ്മുടെ ഒന്നും ജീവിതം സുരക്ഷിതമല്ല എന്ന് ഓർക്കുകയാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എല്ലാ ലോകരാഷ്ട്രങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചു. എല്ലാ അനുഭവങ്ങളുണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുകയാണ്. ചില ആളുകളൊക്കെ അങ്ങനെയാ, ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കണം, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അത് വലിയ കടുത്ത നിരാശയായി അവരുടെ കൂടെ ഉണ്ടാകും. ഈ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കടന്നു പോകുന്ന ഒരു നദിയെ നോക്കി ഇപ്രകാരം പറയുകയാണ്, ഹേ നദിയെ, നീ ഒരു കരയായിരുന്നുവെങ്കിൽ നിന്നെയും കൂടി ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു. അത്രത്തോളം ഒരു പ്രശംസ, ഒരു പ്രശംസ ആരുടെ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ചരിത്രം നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തിൽ ലോകത്തിന് കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദേശം എന്തായിരുന്നു? ഈ എൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ ഈ ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ ഈ 2 കൈകളും ഈ ഈ ഈ കൊഫിൻ ബോക്സിന്റെ ഈ പുറത്തേക്ക് ഇട്ടേക്കണം, ഈ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇടണം. ലോകത്തോടുള്ള വലിയൊരു സാക്ഷ്യമാണ്, ലോകത്തോടുള്ള വലിയൊരു പ്രസംഗമാണ്. എന്താണ്? ഞാൻ ഒന്നുമില്ലാത്തവനാ, ഞാൻ അനേക രാഷ്ട്രങ്ങളൊക്കെയും വെട്ടിപ്പിടിച്ചു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ നേടി, എൻ്റെ രാഷ്ട്രത്തിന്റെ വിസ്തൃതിയൊക്കെയും വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാൻ ഒത്തിരി കപടതകൾ ചെയ്തു, ഒത്തിരി കളങ്കങ്ങളൊക്കെയും ചെയ്തു. പക്ഷേ ഞാൻ ഒന്നുമില്ലാത്തവനായി ഇതായി ലോകത്തിൽ നിന്നും യാത്രയാവുന്നു. നിന്റെ ആത്മാവിനെ നഷ്ടമാക്കി നീ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് എന്തു പ്രയോജനമുണ്ട്? ഈ ലോകത്തിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണെങ്കിൽ നിനക്ക് എന്തു പ്രയോജനമുണ്ട്? ദൈവമില്ലാത്ത ജീവിതം ശൂന്യമാണെന്ന് ഓർക്കുവാനായിട്ടിടയാകണം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ശൂന്യതാബോധം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാര് ചേർന്ന് നടന്നവരാണെങ്കിലും ഒരു ശൂന്യതാബോധം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? തങ്ങളുടെ ഗുരു ഇന്ന് തങ്ങളോട് കൂടെയില്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു ശൂന്യാവസ്ഥയായിരിക്കും. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ കുർലോസ് തിരുമനസ്സുകൊണ്ട് എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ അതൊന്നുമില്ലാത്തൊരവസ്ഥയായി. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കൊട്ടേഷനൊക്കെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. എന്താണ്? ഒന്നുമില്ലാത്ത അവസ്ഥയിലും ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉള്ള ഒരു പൂർണ്ണതയുടെ അവസ്ഥയാണ്. ഇതാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പരാധീനതകളും നമ്മുടെ ബലഹീനതകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്, പൂർണ്ണത നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ദൈവികമായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയാകണം. ഈ 3 സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന കർത്താവിന്റെ ശ്ലീഹന്മാരുടെ അനുഭവം എന്താണ്? കടുത്ത ദുഃഖം, നിരാശ, ഭയത്തിന്റെ അവസ്ഥ, ഇങ്ങനെയുള്ള പലവിധ ഭൗതികമായിട്ടുള്ള ഘടകങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറയുകയാണ്, കർത്താവ് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. പീസ് ബി വിത്ത് യു, ഐ ആം വിത്ത് യു. നിങ്ങൾക്ക് സമാധാനം, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ദൈവികമായ സമാധാനമാണ് പ്രിയരെ ഇന്നിൻ്റെ ലോകത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇന്ന് സമാധാനമില്ലാതെ അനേകം ആളുകൾ ഇങ്ങനെ ഉഴലുകയാണ്, അനേകം ആൾ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചനം നമ്മളെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, സമാധാനപ്രിയനായ ദൈവത്തിന്റെ അരികിലേക്ക് നീ കടന്നു വരണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സമാധാനം സ്വീകരിച്ച ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ആരാണ്? ലൂക്കോസ് എവൻഗലിസ്റ്റായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അവൻ യേശുവിനെ കാണുവാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി വരികയാണ്. അവൻ യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. കാരണം അവൻ ഒത്തിരി ബലഹീനത ഉണ്ടായിരുന്നു, അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്? ഒരു അത്തിവൃക്ഷത്തിന്മേൽ കയറിയിരിക്കുകയാണ്. അവൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണ്. യേശു തമ്പുരാൻ അവനെ കണ്ടു. അവനോട് പറയുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുറവുകളെയും നമ്മുടെ ഇല്ലായ്മകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് ചാഞ്ഞിറങ്ങി വരും. നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്നിലേക്ക് ഇറങ്ങി വരും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനായിട്ട് കാംക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ആത്മാക്കൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ
ദൈവത്തോട് ചേരുവാനായിട്ടുള്ള ഒരു അഭിനിവേശം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുവാനായിട്ട് ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ ഹൃദയവിശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്ക ഭാവം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സുഹൃതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ഈ സഖായി എന്ന് പറയുന്ന മനുഷ്യൻ അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എത്ര സന്തോഷമുണ്ടായി. അവൻ പറയുകയാണ്, ഇന്ന് ഞാൻ ഏറ്റവും ഉല്ലാസവാനാണ്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു നിമിഷം ഉണ്ടായിട്ടില്ല. യേശുവിനെ കണ്ടപ്പോൾ അവൻ വളരെ ആനന്ദമുണ്ടായി. ഹി റിജോയ്സ്. ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ ആനന്ദമുണ്ടായി. സന്തോഷമല്ല, സന്തോഷത്തിനേക്കാൾ അല്പം കൂടി ഉയർന്ന ഒരു പദവി അവർക്ക് ലഭിക്കുകയാണ്. ഒരാനന്ദം കൊണ്ട് അവർ വളരെയധികം ഇങ്ങനെ നൃത്തമാടുകയാണ്. സഖായുടെ ജീവിതത്തിൽ അവൻ വലിയ ഒരു ആനന്ദത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്താണ്, അവൻ്റെ ജീവിതത്തിൽ പങ്കുവെക്കുവാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും തട്ടിപ്പറിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കബളിപ്പിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരനിൽ ഞാൻ കബളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ അതെല്ലാം ഇരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ സമ്പാദ്യങ്ങൾ അവനെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമാക്കുന്ന, അവൻ്റെ ബലഹീനതകളെ ഒന്ന് സമർപ്പിക്കുന്ന ഒരു വലിയ സ്ഥിതിവിശേഷം സഖായുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഈ ഒരു സഖായുടെ ജീവിതത്തിൽ വന്ന മാറ്റം പോലെ ഈ ഉയർപ്പിൻ്റെ ഈ നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അവർ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായി. അവർ വളരെ ആനന്ദഭരിതരാവുകയാണ്. അവർക്ക് കൂടുതൽ കർമ്മശേഷി ചെയ്യുവാനുള്ള ഒരു ശക്തി ലഭിക്കുകയാണ്. ലോകത്തിലെ കർത്താവിന് വേണ്ടി സാക്ഷികളാകുവാനായിട്ടുള്ള, കർത്താവിന് വേണ്ടി രക്തം പോലും കൊടുക്കുവാനുള്ള, രക്തസാക്ഷികളായി തീരുവാനുള്ള വലിയൊരു ശക്തിയാണ് ഈ സന്ദേശത്തിലൂടെ, ഈ ഒരു ദിവസത്തിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ സ്വീകരിക്കുവാനായിട്ടിടയാകുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രവാചക ശ്രേഷ്ഠൻ പറയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ പറയുകയാണ്, എന്താ പറയുന്നത്, അയ്യോ കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത, ഞാൻ വലിയ 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 കുറവുള്ളവനായ ഒരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ വസിക്കുകയാണ്. എപ്പോഴാണ് തൻ്റെ ബലഹീനതയെക്കുറിച്ചൊരു ബോധ്യമുണ്ടായത്? എപ്പോഴാണ്? ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോഴാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായതുപോലെ യെശയ്യാ പ്രവാചകൻ യഹോവയാ ദൈവത്തിൻ്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുകയാണ്. യെശയ്യാ പ്രവാചകൻ എന്താ കാണുന്നത്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ഇതാ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കാണുകയാണ്. എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. വസ്ത്രമെല്ലാം ഇങ്ങനെ വലിയ വലിയ എന്താണ് വെണ്മയുള്ളതായി തീർന്നിരിക്കുകയാണ്. വളരെ ശുഭ്രവസ്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ആഴ്ചക്കാലം എന്ന് പറയുന്നത് ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ദിവസമാണ്. വെണ്മയുടെ ദിവസങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനത്തെ സ്വീകരിക്കേണ്ട ദിവസമാണ് ഈ ആഴ്ചക്കാലം എന്ന് പറയുന്നത്. എന്താണ്? കർത്താവിൻ്റെ ദർശനം. നമ്മുടെ വസ്ത്രങ്ങളെല്ലാം വെണ്മയുള്ളതായി, നമ്മുടെ ജീവിതങ്ങളെല്ലാം വെണ്മയുള്ളതായി ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടുന്ന ആഴ്ചക്കാലമാണ് എന്ന് മറക്കുവാനായിട്ട് ഇടയാകരുത്. അവൻ്റെ വസ്ത്രങ്ങൾ എന്താണ് പറയുന്നത്? സാറാബുകൾ അവന് ചുറ്റും നിന്നുകൊണ്ട് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറയുകയാണ്. അത്ര ശ്രേഷ്ഠമായ അവസ്ഥയാണ്. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യം കാണുകയാണ്. ഇതാ കർത്താവ് കുഞ്ഞാടുകളോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു അനുഭവം കാണുകയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഇതാ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് അവർ പറന്ന്, 2 കൊണ്ട് അവരെന്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് തട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവികമായ മഹത്വം കാണുവാനായിട്ട്, ദർശനം കാണുവാനായിട്ട് നമുക്കും സാധ്യമാകണം പ്രിയരെ. ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് സാംശീകരിക്കുമ്പോൾ ഈ ഒരു മഹത്വം കാണുവാനായിട്ടിടയാകണം. അപ്പോഴാണ് എൻ്റെ ബലഹീനത, അയ്യോ ഞാൻ എത്രയോ കുറവുള്ളവനായിരുന്നു, ഞാൻ എൻ്റെ സഹോദരനോട് എത്രയോ പ്രാവശ്യം കോപിച്ചിട്ടുണ്ട്,
ഞാൻ എൻ്റെ സഹോദരൻ എന്തെല്ലാം ചതിവ് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയാകണം. കർത്താവിനെ കാണുമ്പോൾ, കർത്താവിനെ ദർശിക്കുമ്പോൾ എൻ്റെ പരിധികളെക്കുറിച്ച്, എൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള ഒരു ശരിയായ അവബോധം ഉണ്ടാകുവാനായിട്ടിടയാകണം. എന്താ ഉടനെ പറയുന്നത്? ഉടനെ കർത്താവ് പറയുകയാണ്, നമസ്കാരത്തിനുള്ള സമയമായിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ യെശയ്യായുടെ ജീവിതത്തിൽ ദൈവനിയോഗത്തിനുള്ള ഒരു അറിയിപ്പ് ലഭിക്കുകയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഈ സംസ്കാരത്തിലൂടെ, ഈ യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടുത്ത നിരാശയിലൂടെയും കടുത്ത ഭയത്തിലൂടെയും ഏകാന്ത അവസ്ഥയിലൂടെയും കടന്നുപോയ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചതുപോലെ ആ ഉയർപ്പിൻ്റെ, ആ പുതുഞാറാഴ്ചയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ദൈവീകമായ അനുഭവം ഉൾക്കൊള്ളുവാൻ, ദൈവീകമായ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നല്ല സാക്ഷികളായി, നല്ല ക്രൈസ്തവ സമൂഹമായി, നല്ല ജീവിതമുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുതു ഞായറാഴ്ച ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിവിടെ ഉപസംഹരിക്കുകയാണ്. ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഈ വെള്ളിയാഴ്ചയുടെ മധ്യാഹ്ന സമയം നിങ്ങളോടൊത്ത് അല്പസമയം ധ്യാനിക്കുവാനും ലഭിച്ച ഈ നിമിഷത്തിനായിട്ട് ദൈവത്തെ നന്ദിയോട് മഹത്വപ്പെടുത്തുകയാണ്. ഈ അവസരം ഒരുക്കി തന്ന ഈ പരിമല സെമിനാർ മാനേജരായിരിക്കുന്ന സൈമൺ സ്കറിയാച്ചനോടും അതുപോലെ അപ്പോച്ചനോടും നമ്മുടെ ജോസഫ് റമ്പാച്ചനോടും അതുപോലെ പ്രിയ വന്യവതിനായിരിക്കുന്ന മത്തായിക്കുട്ടി അച്ഛനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ പ്രിയമുള്ള മാതാപിതാക്കളോടും പരിമല കൗൺസിലിനോടും എല്ലാ സഹോദരങ്ങളോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.